Hi Cadets and welcome back to my channel. Cadets 2026 നേവി SSR MR മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ എക്സാം കംപ്ലീറ്റ് ആയത് 2026 മെയ് മാസത്തിലായിരുന്നു. എക്സാം എഴുതിയ എല്ലാ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മനസ്സിലൊരു ഡൗട്ടാണ് എക്സാം റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത്, കട്ട് ഓഫ് എത്രയായിരിക്കും എന്നതിനെക്കുറിച്ച്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. എക്സാം എഴുതിയ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇതെല്ലാം തന്നെ. അതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റേജ് 2ലേക്കും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് കിട്ടുന്നവരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട്ട് പറയാനുണ്ട്. അതായത് 2026 എയർഫോഴ്സിൻ്റെ എക്സാം കംപ്ലീറ്റ് ആയി. എയർഫോഴ്സിൻ്റെ എക്സാം റിസൾട്ട് തന്നെ ആൾറെഡി ഇപ്പോൾ ലേറ്റ് ആയിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എയർഫോഴ്സിൻ്റെ എക്സാം ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് SSC ആണ്. അതേ രീതിയിൽ തന്നെയാണ് ഈ തവണയും നേവിയുടെ അപ്ഡേറ്റും വന്നിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നേവിയുടെ എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് CDAC ആണ്. ഈ തവണ CDAC അല്ല നേവിയുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, അതിന് പകരമായിട്ട് SSC ആണ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇവിടെ എക്സാം റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം. നോക്കൂ കുട്ടികളെ, എക്സാം റിസൾട്ട് എപ്പോൾ വരും അത് പറയുന്നതിന് മുമ്പ് മുൻ വർഷങ്ങളിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസത്തിനുള്ളിലാണ് റിസൾട്ട് വന്നത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് 2025. 2025 3 ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷനായിരുന്നു വന്നത്. 3 ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷനോട് ചേർത്തിട്ട് എക്സാം നടന്ന എന്നായിരുന്നു കുട്ടികളെ 2025 മെയ് 22 മുതൽ 26 വരെയായിരുന്നു. റിസൾട്ട് വന്നതോ 2025 ജൂൺ 12 എക്സാം കഴിഞ്ഞ ഡേറ്റും റിസൾട്ട് വന്ന ഡേറ്റും വെച്ച് നോക്കുമ്പോൾ റിസൾട്ട് വരാനായിട്ട് ടോട്ടൽ 23 ദിവസമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി 2026 അപ്ഡേറ്റ് നോക്കാം. മുൻ വർഷങ്ങളിലെ അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ചിട്ടാണ് ഓരോ ഡിഫൻസ് ഫോഴ്സും മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് 2026 അപ്ഡേറ്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, 2026 2 ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നത്. എത്രയാണ്? 2 ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഈ 2 ഇൻടേക്കിൻ്റെയും എക്സാം നടന്നത് നോക്കൂ കുട്ടികളെ 2026 മെയ് 13 മുതൽ 16 വരെയാണ്. ഇനി നമുക്ക് നോക്കാം ഇവരുടെ എക്സ്പെക്റ്റഡ് എക്സാം റിസൾട്ട് എന്നായിരിക്കും എന്നതിനെക്കുറിച്ച്. മുൻ വർഷങ്ങൾ അപ്ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ എക്സാം എഴുതിയ ഡേറ്റും റിസൾട്ട് വന്ന ഡേറ്റും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 23 ഡേയ്സാണ് എടുത്തിരിക്കുന്നത്. അതനുസരിച്ച് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ തവണത്തെ നേവി SSR MR മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ എക്സാം റിസൾട്ട് വരുന്നത് ജൂൺ 12-നും 10-നും ഇടയിലായിരിക്കും. അതായത് ഒരു എക്സ്പെക്റ്റഡ് ആണ് ഇവിടെ നമ്മൾ ഈ പറയുന്നത്. അത് മുൻ വർഷങ്ങൾ അപ്ഡേറ്റ് അനുസരിച്ചാണ് കേട്ടോ കുട്ടികളെ. കാരണം മുൻ വർഷങ്ങളിൽ ചില വർഷങ്ങളിൽ 23 ദിവസം എടുത്തിട്ടുണ്ട്, ചില വർഷങ്ങളിൽ 25, ചില വർഷങ്ങളിൽ 27 ദിവസം എടുത്തിരിക്കുന്നു. അതനുസരിച്ചുള്ള അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ മുൻ വർഷങ്ങളിലെ എല്ലാ അപ്ഡേറ്റും നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു 1 വീക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? അതായത് ഈ 23 ഡേയ്സ് എടുക്കുമ്പോൾ ഇവിടെ ഡേറ്റ് വരുന്നത് 10-നടുത്താണ് 2026. അപ്പോൾ കൂടിപ്പോയാൽ ഒരു മാക്സിമം പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 7 ഡേയ്സ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? 2 ക്രൈറ്റീരിയയാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ പ്രോപ്പറായിട്ട് ജൂൺ 10 അല്ലെങ്കിൽ 12. അതേപോലെ തന്നെ അതിൻ്റെ മുൻ വർഷങ്ങൾ അപ്ഡേറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് 1 വീക്ക് വരെ ഒരു എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് 17 വരെ നമുക്കൊന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും മനസ്സിലായല്ലോ. മുൻ വർഷങ്ങൾ 23 ദിവസം എടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഈ വർഷം എക്സാം റിസൾട്ട് വരാൻ പോകുന്നത് ജൂൺ 10-നും 12-നും ഇടയിലാണ്. പക്ഷേ നമ്മൾ മുൻ വർഷങ്ങളിലെ അതിന് മുൻപുള്ള 2022-ലെയും 23-ലും 24-ലും അപ്ഡേറ്റ് എല്ലാം എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു 7 ഡേയ്സ് കൂടി നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. ചില വർഷങ്ങളിൽ കുറച്ച് ടൈം കൂടുതൽ എടുക്കാറുണ്ട്, 3 to 5 ഡേയ്സ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഡൗട്ട് എല്ലാ കുട്ടികളെയും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് അനുസരിച്ച് തന്നെയായിരിക്കും ഈ തവണയും വരാൻ പോകുന്നത്. 2 or 3 മാർക്സിൻ്റെ അപ്പ് ഡൗൺ വേരിയേഷൻ കാണും. ചിലപ്പോൾ 1 മാർക്കിൻ്റെ വരെ അപ്പ് ഡൗൺ വേരിയേഷൻ ആയിരിക്കും വരുന്നത്. നോക്കൂ കുട്ടികളെ, മുൻ വർഷങ്ങളിലെ കാര്യമാണ് പറയുന്നത്. നേവി SSRൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ബോയ്സിൻ്റെ 17.5 ആണ്. നേവി SSR ഗേൾസിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 29.75 ആണ്. ഇനി നമുക്ക് MRൻ്റെ കട്ട് ഓഫ് നോക്കാം. നോക്കൂ കുട്ടികളെ, നേവി MRൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 19.25 ആണ്. നേവി MR ഗേൾസിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 21.5 ആണ്. മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്ന ട്രേഡിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 2025 കാര്യമാണ് ഞാൻ പറയുന്നത് 43.25 ആണ്. അപ്പോൾ ഇതിനടുത്ത് തന്നെ ആയിരിക്കും ഈ തവണയും കട്ട് ഓഫ് വരാൻ പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതിൻ്റെ മുൻ വർഷങ്ങളെയും കട്ട് ഓഫ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ സെയിം ചാനൽ തന്നെ വീഡിയോ ലിസ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ലഭിക്കുന്ന ആയിരിക്കും. വീഡിയോ കയറി കാണുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി മനസ്സിലാവുന്നതായിരിക്കും. അതിനാൽ നമ്മൾ 2023-ലും 24-ലും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്.
ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൺലി 2025 കമ്പാരിസൺ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിയർലി ഇതിനടുത്ത് തന്നെയാണ് എല്ലാ വർഷവും കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ഓഫിൻ്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 2026 എക്സാം എഴുതിയതിന് ശേഷം ഇന്ത്യൻ നേവിയിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് ട്രെയിനിങ്ങിന് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന എല്ലാ കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ പോയിന്റും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എക്സാം റിസൾട്ടും അതേപോലെ തന്നെ കട്ട് ഓഫ് അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. കുട്ടികളെ നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് ആന ഡിഫൻസ് അക്കാഡമി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2026-27 നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 15-നാണ്. അതേപോലെ തന്നെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ ക്ലാസ്സുകൾ നമ്മൾ ജൂൺ 15-ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നേവി SSRന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, MRന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, മെഡിക്കൽ അസിസ്റ്റൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേജ് 2ൻ്റെ പ്രിപ്പറേഷൻ ലഭിക്കുന്നതായിരിക്കും, സ്റ്റേജ് 2ൻ്റെ ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. സ്റ്റേജ് 1ലെ ക്ലാസ് കിട്ടും, സ്റ്റേജ് 2ലെ ക്ലാസ്സും കിട്ടും, ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഈ ഒരൊറ്റ ഫീസിൽ തന്നെ. അപ്പോൾ നേരത്തെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബേസ് അനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ ജോലി നേടിയെടുക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, സ്പെഷ്യലി ഇന്ത്യൻ നേവി ആൻഡ് എയർഫോഴ്സിലേക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആന ഡിഫൻസ് അക്കാഡമി വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഫയലിൽ ഞാൻ 2 ഫോൺ നമ്പർ ഷെയർ ചെയ്യുകയാണ്. എല്ലാ കുട്ടികളും അവരുടെ ഫോണിൽ സേവ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഫിസിക്കൽ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആന ഡിഫൻസ് അക്കാഡമിയിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.